അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറ എത്തിയിട്ടുണ്ട്. പരുന്തുംപാറ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4:30 കഴിഞ്ഞു, വൈകിട്ട് 4:30. പുറത്തോട്ടുള്ള കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല, അതുപോലെ അങ്ങ് കോടയായി. നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡിൽ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്ത് കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ, കാരണം അത്രയ്ക്ക് കോടയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ? ഓക്കെ. പരുന്തുംപാറ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നു. ഞങ്ങളുടെ വണ്ടി ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം വണ്ടിയും ആൾക്കാരും ഒക്കെ ഉണ്ടത്തേക്കും വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ താഴോട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല, കാരണം അതുപോലെ കോടയായി, കംപ്ലീറ്റ് കോട. എന്തൊരു തണുപ്പില്ലയോ, അടിപൊളി തണുപ്പ്. അങ്ങോട്ട് നോക്കി, അടിപൊളി. കൊണ്ട താഴോട്ട് ഒന്നും കാണാൻ വയ്യ, അതുപോലെ കോടയാ കേട്ടോ, അടിപൊളി. നോക്കി, എല്ലാവരും വന്നിന്ന് ഫോട്ടോ എടുപ്പും ബഹളം തന്നെ. എൻ്റെ പൊന്നോ. അതെ, അത് വേറെ കാര്യമുണ്ട്. കോടയാകുമ്പോൾ ഈ പറഞ്ഞ കൂട്ട് പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ മാറിപ്പോവും. എന്തായാലും ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. വന്നേ. അതാണ്ട് ഇവിടെ പ്രത്യേക ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ലൈനിൽ കൂടെ അപ്പുറത്ത് അതല്ല, ഇത് കാറ്റടിച്ച കണ്ട് വന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നമുക്ക് വണ്ടി കൊണ്ട് നമുക്ക് നേരെ ആ ഭാഗത്തോട്ട് പോകാം. ഇവിടെ ഇതേ ആ ഭാഗത്തോട്ട് കാണാൻ പറ്റും, നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. നമ്മൾ ആ ഒരു കാഴ്ച കണ്ടു, വീണ്ടും ഇവിടോട്ട് ഇറങ്ങി. ദാണ്ട് ആ ഒരു വണ്ടി പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ വീണ്ടും പോകണം. എനിക്കൊന്ന് അങ്ങനെ കറങ്ങി വരാൻ തോന്നുന്നു അല്ലേ? അങ്ങോട്ട് ഇവിടെ എല്ലാ ആൾക്കാർ വന്നിന്ന് ഫോട്ടോ എടുക്കും, മുടിഞ്ഞ വെള്ളം തന്നെ ഇവിടെ. എന്തായാലും നേരെ അങ്ങോട്ട് പോയി നോക്കാം, അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വന്ന് പോകാം, രാവിലെ വരുവാന്നുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഒരു സമയത്തെ ഒരു പക്ഷേ ഇത്രയും കോട കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. അത് തന്നെ ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഈ ഒരു കോട കിട്ടണമെന്നില്ല. ഇവിടുത്തെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ നോക്കി നിൽക്കി തന്നെ ഇതിങ്ങനെ മാറും. അതെ, റോഡ് ഇവിടെ ഇച്ചിരി മോശമാണ്, കുറച്ചേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ? നിങ്ങൾ ഈ കാഴ്ചയിൽ കാണുന്നതെന്ന് പറയുന്നത് എന്തുവാ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൂടെയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് കണ്ടത് ഈ സൈഡാണ്. ആനകൾ കിടക്കുന്നുണ്ടില്ലായിരുന്നു. ഇതാ, അപ്പം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടാം വണ്ടിയില്ലേ. എന്നിട്ട് അങ്ങോട്ടൊക്കെ കയറി വരാം, ഇങ്ങോട്ട് മാറ്റിയിടാം. താഴോട്ട് പോട്ടെ, ഇവിടോട്ട് മാറ്റി നമ്മുടെ വണ്ടി ഇവിടോട്ട് ഇടാം. ഇട്ടിട്ട് നമുക്ക് കയറി ഇന്ന് എന്താ ഭംഗിയെന്നറിയാവോ? ഈ ഒരു സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, കോട കംപ്ലീറ്റ് അങ്ങ് തിങ്ങി നിൽക്കുക കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരിവിടെ വന്ന് ഇന്ന് ഫോട്ടോ എടുക്കുന്നു. ഇവിടെ വന്ന് എന്തോ പറയുന്നത്, എല്ലാവരും എന്താ പറയുക, അർമാദിക്കുക എന്നൊക്കെ പറയാം അല്ലേ? അടിപൊളി. ഇതുണ്ടോ ഈ സൈഡ് അങ്ങോട്ട് നോക്കി, അവിടെയൊക്കെ വലിയ വലിയ മലകളെ പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല, അതുപോലെ അങ്ങ് ഫോഗായി. ഓഹോ, അടിപൊളി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടോട്ടൊന്ന് പോവാം, ആ ഭാഗത്തോട്ടൊന്ന് പോവാം. ഈ ഒരു സമയത്ത് തന്നെ ഇത്രയും വാഹനങ്ങൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ട്. അപ്പം ഇറങ്ങി വാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പരുന്തുംപാറയുടെ സൗന്ദര്യം ശരിക്കും കാണുവാൻ എത്ര ആൾക്കാരാണെന്നറിയോ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ അങ്ങേ അറ്റം വരെ വണ്ടി ഇട്ടേക്കാം. അവിടെ എന്താ പറയുന്നത്, വ്യൂ പോയിന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അല്ല അവിടെ നിന്നിട്ട് ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക തന്നെ. ഇതാണ്ടോ ആ ഒരു മലയിലെ കോടകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്, തെളിഞ്ഞ് വരുന്നുണ്ട്, വീണ്ടും കോട കയറുന്നുണ്ട്. കൈ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 35-34 ഉണ്ടായിരുന്നു തണുപ്പ്. ഇപ്പം
അടിപൊളിയായി. ഇപ്പോൾ എത്രയാണെന്ന് പോലും എനിക്കറിയാമോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ലൊരു അന്തരീക്ഷം. വെയിലില്ല, വെയിൽ കാണാനേ ഇല്ല. അതെ മേലോട്ട് നോക്കി ഒന്നും കാണാനില്ല കണ്ടോ, കോടയല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ എന്തായാലും വരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരിക. ഇപ്പം നല്ല സമയം. അതെ, എനിക്ക് തോന്നുന്നത് പരുന്തുംപാറ ശരിക്കും വരുന്നെങ്കിൽ നിങ്ങൾ പകല് ഒന്നുകിൽ രാവിലെ ആയിരിക്കണം, അതല്ലെങ്കിൽ ഉച്ച സമയത്ത് വന്നിട്ട് ഒന്നും ഒരു കാഴ്ചയാണ്. കുറേ കാഴ്ചകൾ കണ്ടിട്ട് പോകാമെന്നുള്ളതല്ല, ഇതുപോലെ ഈ ഒരു കോടയും ഇത്രയുള്ള എന്താ പറയുക ഇതൊക്കെ ഒന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4-5 മണിക്ക് ശേഷം ഇവിടെ എത്തത്തക്ക പോലെ വരണം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുകളിലോട്ട് അവിടെ കയറി നിങ്ങളെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. പരുന്തുംപാറ വ്യൂ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര കാറ്റ്. ഒരുപക്ഷെ വീഡിയോയിൽ ക്ലിയർ ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. ഭയങ്കര കാറ്റ്. ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകൾ നമുക്ക് എന്താ പറയുന്നത്, താഴോട്ടുള്ളൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കോടയും കാറ്റുമാണ് കേട്ടോ. ഓഹോ, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം കൂടെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊന്നും ഇത്രയും കോട കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്നവർ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് നടന്നു പോകാം. അവിടെ എല്ലാം പോയി നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാം. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണം, അവിടെ നിന്നൊക്കെ ആൾക്കാർ താഴോട്ട് ഇറങ്ങി തുടങ്ങി. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ കോടയെന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ലാത്ത കോടയാണ്. നമ്മുടെ വണ്ടി പോലും കാണാൻ വയ്യ. അതുപോലെ തന്നെ അവിടെ എല്ലാം നമ്മുടെ വണ്ടി ഇതോ കിടക്കുന്നു. അവിടെ ഒരു ചെറിയ ചുവപ്പ് ഇതേ കിടക്കുന്നു ഞങ്ങളുടെ വണ്ടി. കണ്ടോ സ്ഥലം അങ്ങനെ ഉണ്ട്. എന്തായാലും സ്ഥലം നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്, ഒരു ഉച്ച സമയത്തായിരുന്നു. അന്നൊന്നും ഇത്രയും കോടയൊന്നും ഇല്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളത് ഉച്ച സമയത്ത് കണ്ടാവുന്ന ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് മോക്കന്ന് 3-4 വയസ്സേ ഉള്ളായിരുന്നു. അന്ന് നമ്മളൊരു ഫാമിലി ട്രിപ്പായിരുന്നു വന്നത്. 5 വയസ്സ്. ഇപ്പൊ എങ്ങനെ ഉണ്ട് അമ്മു? ഇപ്പം അടിപൊളി. മുകളിൽ നിന്നൊക്കെ ആൾക്കാർ പേരില്ല ഇപ്പൊ വന്നത് കേട്ടോ, ഞാൻ പറഞ്ഞതിന്റെ പേരില്ല. ചുമ്മാ ഇത് കണ്ടോ, ഇവിടുന്ന് താഴോട്ട് ആൾക്കാർ അപ്പുറത്തൊന്നും പോയി ഇന്ന് വീഡിയോ എടുക്കാനും ഒന്നും ശ്രമിക്കരുത്. താഴോട്ട് ഭയങ്കര അഗാധമായ കൊക്കയാണ് കണ്ടോ. കയ്യിൽ നിന്ന് മൊബൈലും ഫോട്ടോയും ക്യാമറയും താഴെ പോരുത്. ഇഷ്ടം പോലെ ആൾക്കാർ മുകളിൽ നിന്നൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി പോകുന്നു. ഞങ്ങളും ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഏറ്റവും ടോപ്പിലായി. ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ബാരിക്കേഡിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ താഴെ വരെ ഈ കാലി നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞത്, പക്ഷേ ഒക്കെ അങ്ങോട്ടെല്ലാം ഉണ്ട്. നിരവധി ആൾക്കാരിവിടെ വന്നിട്ട് കുപ്പിയും വേസ്റ്റുകളും വാരിയിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കരുത്. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ സമ്പത്താണ്. ഈ സമ്പത്തിനെയൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. എന്തെങ്കിലും നമ്മുടെ ഈ വേസ്റ്റുകളുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇടാനും വേണ്ടി ഇവിടെ വേസ്റ്റ് ബിന്നുണ്ട്, അതിലേക്ക് ഇടുക. ദയവായിട്ട് വരുന്നവരാരും ഇത്തരത്തിലുള്ള കലാപരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. എടുത്തോ എത്ര വേണം? 2 എടുക്കുക. വാങ്ങിച്ചു. ഈ കോടയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടേ ഇവിടെ വന്നിട്ട് നല്ല ഒന്നാന്തരം നല്ല കപ്പലണ്ടി ഉണ്ടെന്ന്. നല്ല പച്ച കപ്പലണ്ടി ഈ അണ്ണൻ ഇങ്ങനെ വറുത്ത് പിടിക്കാൻ തരും. ഒരു പാക്കറ്റ് എത്ര? 20 അല്ലേ? നല്ല ഈ തണുപ്പും ഈ ഒരു കോടയും അതിനോടൊപ്പം തന്നെ നല്ല കപ്പലണ്ടി, ചൂട് കപ്പലണ്ടി, ഒരു ടേസ്റ്റ്. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാം. ഇവിടെ തന്നെ ഈ ബാരിക്കേഡിൻ്റെ അതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകാം. അങ്ങോട്ടൂടെ പോയി നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ, ഇവിടുത്തെ കോട മൊത്തം പോയി. കണ്ടോ, ഇവിടുത്തെ കോട മൊത്തം പോയി. ആ മലകളൊക്കെ നല്ല വ്യക്തമായ രീതിയിൽ കാണാം. കണ്ടോ, അങ്ങോട്ടൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ അങ്ങോട്ടും ചുറ്റും കാണാം. എന്തായാലും അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ താഴെ നിന്നിട്ട് ഒരു പട്ടമൊക്കെ പറത്തുന്നു. പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, 5 മിനിറ്റ് അല്ല, ഒരു 10-15 മിനിറ്റോളമായി. അവിടെയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ സത്യത്തിൽ ഈ ഒരു കോട മാറിയപ്പോഴത്തെ ഒരു ഭംഗി കണ്ടോ താഴെ. എന്തൊരു ആഴം നോക്ക് താഴെ. ഇവിടെ ഇങ്ങനെ കണ്ടോ, അവിടെ എന്തോ ഒരു കട്ടിക്ക് വന്നിരിക്കുന്നുണ്ടോ. അങ്ങനെ അടിപൊളി. നമ്മളിങ്ങനെ മൊബൈൽ പിടിച്ചുകൊണ്ട് നിൽക്കണം. ഏത് സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് പോകും, മാറും, ഒക്കെ നിൽക്കും. കിടക്കുക. അത് ശരി,
അതുകൊണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ. അങ്ങനെ പോട്ട് എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. എനിക്ക് വഴി കാണാമല്ലോ. പശുവൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, കാണുന്നില്ല എന്നുള്ള കെയർഫുൾ ആയിട്ട് വേണം. ദൈവമേ, എന്നാലും ആ ഒരു മഞ്ഞ് നോക്കണേ. നിങ്ങൾ പകല് വന്നാൽ ഈ ഒരു ബാരിക്കേഡ് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഏരിയയിലെ കാഴ്ചകളൊക്കെ കാണാം. പ്രത്യേകിച്ച് ഒരുപാട് മലയും കുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ കോടയും തണുപ്പും ഉണ്ടാകും. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. സപ്പോർട്ട് കണ്ടോ, എന്തോ കുഴിയാണെന്നറിയോ. കണ്ടോ, ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് കിടക്കുമേ കൂട്ടങ്ങറ്റം വരെ അഗാധമായ കൊക്കയ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടുണ്ട്. കണ്ടോ, ഇവിടെ വന്ന് തീരും, ഇവിടെ വരെ ഒന്ന് തീരുകയാണ്. പിന്നെ അങ്ങോട്ടും കുഴിയ. അങ്ങോട്ട് പോകുന്നതൊക്കെ ചുഴിഞ്ഞും കണ്ടും വേണം പോകാൻ. അപ്പോൾ എന്തായാലും വരാൻ പറ്റുന്നവരൊക്കെ വരിക, അടിച്ച് പൊളിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കോട ഇഷ്ടപ്പെടാനും ഈ ഒരു തണുപ്പ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരണം, അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 3, 3:30, 4 മണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തണം. പരുന്തുംപാറ എത്തുന്നതിന് കുറച്ച് മുൻപുള്ള കാഴ്ചകൾ കാണുവാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ ഇതുകൂടി ചേർക്കുന്നുണ്ട്. Two-tone humming, headed out to the highway. I should have seen it coming through the years left in the dust. But after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. Summer, man, it feels like yesterday when she was looking out that window on the bus to 2nd grade. The first step she'd ever take, the first cut from a heartbreak. Been through it all, but now it's time to go our separate ways. There's a first for everything, like a hand holding mine. From her I love you goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. There's a first for everything, like her hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my baby girl become the woman she would be, the thing that I forgot would set her free. I taught her how to leave.
to the highway. I should have seen it coming through the years left in the dust. That after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. In the summer, man, it feels like yesterday, when she was looking out that window on the bus to second grade. The first step she'd ever take, the first cut from a heartbreak. Been through it all, but now it's time to go our separate ways. That girl is a runner, she was born to get away. Hear that two-tone humming, headed out to the highway. I should have seen it coming through the years left in the dust. That after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. In the summer, man, it feels like yesterday, when she was looking out that window on the bus to second grade. The first step she'd ever take, the first cut from a heartbreak. Been through it all, but now it's time to go our separate ways. എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.